കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. അമ്പലത്തിന്റെ അകത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കുളി കഴിഞ്ഞ് എന്നാലും സ്ത്രീകൾ മുങ്ങിക്കുളിച്ച് സ്ത്രീകളുടെ ശരീരം കൃത്യമായി അമ്പലത്തിലെ ആളുകൾക്ക് കാണുന്ന പോലെ പ്രകടിപ്പിക്കണം. അതാണ് ഇവരുടെ അഭ്യാസം. പറഞ്ഞതാരാ? ശ്രീമതി. രണ്ടാമത്, NSS ഇതിനെ എതിർക്കുന്നു. NSS മാടമ്പികളുടെ കൂടെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. മാടമ്പി തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. പറഞ്ഞതാരാണ്? കോടിയേരി ബാലകൃഷ്ണൻ. പുനഃപരിശോധനാ ഹർജിയെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനവുമില്ല. ഞങ്ങൾ പൗരിപൂർണ്ണമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകും. പറഞ്ഞതാരാണ്? പിണറായി വിജയൻ. യുവതികൾ കയറിയിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓൻ കല്യാണം കഴിക്കണം. പറഞ്ഞതാരാ? M. സ്വരാജ്. കടുക്കവെള്ളം കുടിപ്പിക്കണം. അയ്യപ്പനെ പെണ്ണുങ്ങളെ കണ്ടാൽ വികാരം കൂടുന്നുണ്ടെങ്കിൽ. പറഞ്ഞതാരാ? TN സീമ. 10,000 പേരിരിക്കുന്ന കല്യാണത്തിൽ ഒരുത്തൻ അടിവസ്ത്രം ഇടാതെ വന്ന് കയ്യോണ്ട് കാലോട് കലാശം കാണിക്കുന്ന പൂജാരി പ്രവർത്തനം, അവനെയൊക്കെ അടിക്കുകയാണ് വേണ്ടത്. പറഞ്ഞതാരാണ്? സുധാകരൻ, CPM-ന്റെ. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഇവിടെ ഏറ്റവും വലിയ ഫ്യൂഡൽ ബ്രഹ്മചാരിത്തരമാണ് കാണിക്കുന്നത്. അവനോട് പോയി പണി നോക്കാൻ പറ. ഇവിടെ ഇറങ്ങിപ്പോകുന്നവർ ഇറങ്ങിപ്പോകും, കയറേണ്ടവർ കയറും. പറഞ്ഞാരാ? വീണ്ടും സുധാകരൻ. ഇതൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അയ്യപ്പ ഭക്തിമൂത്ത് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പിനെ മനസ്സിലാക്കിക്കൂടെ?